നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് നേരിട്ടറിയാൻ മലപ്പുറം കോട്ടക്കുന്നിലൊരുക്കിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേള വിജയകരമായി സമാപിച്ചു. മെയ് 7 മുതൽ 13 വരെ നീണ്ടുനിന്ന ഒരാഴ്ചക്കാലം മലപ്പുറം കോട്ടക്കുന്ന് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും വേദിയായി മാറി. സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ മേള വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 90-ലധികം വകുപ്പുകളും സ്ഥാപനങ്ങളും മേളയിൽ അണിനിരന്നു. ഏകദേശം 70,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പ്രദർശന നഗരി ഒരുക്കിയിരുന്നത്. മലപ്പുറത്തെ ജനങ്ങൾ എൻ്റെ കേരളം മേളയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറത്തെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മെയ് 7 വൈകിട്ട് 3 നടന്നു. കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഭദ്രമായ ക്രമസമാധാന പാലനം, വർഗീയ കലാപങ്ങളില്ലാത്ത സമാധാനപൂർവമായ സാമൂഹിക ജീവിതം അത് ഉറപ്പാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. നേട്ടങ്ങൾ പലതും കൈവരിച്ചെങ്കിലും ഇനിയും പല മേഖലകളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഉത്തമ ബോധ്യത്തോടുകൂടി നവകേരള നിർമ്മിതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ഇനിയും നടത്തേണ്ടതുണ്ട്. കേരള വികസനം രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ അവസരത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ 9ാം വാർഷികാഘോഷങ്ങൾ നടക്കുന്നത്. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MP-മാർ, MLA-മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളും കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മേളയുടെ പ്രധാന ലക്ഷ്യം. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക മേള, കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം, സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ, IT വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ, സ്പോർട്സ് സോൺ, വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ, മിനി തിയേറ്റർ എന്നിവയും മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന 90-ലധികം സ്റ്റാളുകളാണ് മേളയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ വകുപ്പും അവരുടേതായ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആകർഷകമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചു. അറിവും വിജ്ഞാനവും സാങ്കേതിക വിദ്യയും ഒരുപോലെ സമന്വയിപ്പിച്ച പ്രദർശനങ്ങൾ കാണികളെ ഏറെ ആകർഷിച്ചു. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ കാർഷിക മേള, കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങൾ അണിനിരന്ന ഭക്ഷ്യമേള, കേരളത്തിൻ്റെ ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിച്ച ടൂറിസം വകുപ്പിൻ്റെ പ്രദർശനം, സാങ്കേതിക മികവ് വിളിച്ചോതുന്ന കിഫ്ബിയുടെ പവലിയൻ, IT വകുപ്പിൻ്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ എന്നിവയെല്ലാം മേളയിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്റ്റാളിൽ ലഭ്യമായിരുന്നു. മേളയിലെ തിരക്കിട്ട കാഴ്ചകൾക്കിടയിൽ സിനിമാ പ്രേമികളുടെ ഹൃദയം കവർന്ന ഒരിടമായിരുന്നു മിനി തിയേറ്റർ. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ ക്ലാസിക്കുകൾ ഒരിക്കൽ കൂടി വെള്ളിത്തിരയിൽ ആസ്വദിക്കാൻ ഇവിടെ അവസരമൊരുക്കി. ചെമ്മീനും നിർമാല്യവും ചിരിപ്പിച്ച ഗോഡ്ഫാദറും നൊമ്പരപ്പെടുത്തിയ കിരീടവും പുതുതലമുറയ്ക്ക് വിസ്മയവും പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വവും സമ്മാനിച്ചു. രാവിലെ 10 മുതൽ രാത്രി 9 വരെയായിരുന്നു ഇവിടെ പ്രവേശനം. മേളയിലെ വിവിധ ആഘോഷങ്ങൾക്കിടയിലും തിരക്കിട്ട കച്ചവടങ്ങൾക്കിടയിലും ഒരു ചെറിയ തിയേറ്റർ സിനിമാ പ്രേമികളുടെ ഹൃദയം കവരുകയാണ്.
ശുദ്ധീകരിച്ച ആ ചെറിയ ഹാളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഓർമ്മകളുടെ ലോകത്തേക്കാണ് ഓരോ പ്രേക്ഷകരെയും കൊണ്ടുപോകുന്നത്. ഇന്നലകളിൽ വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത ചെമ്മീനും നിർമ്മാല്യവും പുതുതലമുറയ്ക്ക് അത്ഭുത കാഴ്ചയാവുകയാണ്. ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച ഗോഡ്ഫാദറും മലയാളിയെ നൊമ്പരപ്പെടുത്തിയ കിരീടവും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു. സിനിമയെന്ന സ്വപ്ന ലോകത്തേക്ക് പ്രേക്ഷകനെ കൂടുതൽ അടുപ്പിക്കുകയാണ് മേളയിലെ ഈ തിരശ്ശീല. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ നീളുന്ന പ്രദർശനത്തിൽ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ട സിനിമകൾ തെരഞ്ഞെടുത്ത് കാണാൻ സാധിക്കുന്നു. മേളയിലെത്തുന്ന ഓരോ സിനിമാ ആസ്വാദകനും മനോഹരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വിസ്മയം നേരിട്ടറിയാൻ അവസരം നൽകിയ മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു ഐറിസ് എന്ന റോബോട്ട്. ചോദ്യങ്ങൾക്ക് തൽക്ഷണം ഉത്തരം നൽകുന്ന ഈ കുഞ്ഞൻ റോബോട്ട് മേളയിലെ സന്ദർശകർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയ കൗതുകമുണർത്തി. ഏകദേശം 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് മേക്കർ ലാബ് എന്ന കൂട്ടായ്മ നിർമ്മിച്ച ഈ റോബോട്ട് ChatGPT സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തിച്ചത്. ഭാവിയിലെ വിദ്യാലയങ്ങൾ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഒരു റോബോട്ട് ടീച്ചറായി ഐറിസ് എത്തുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ റോബോട്ടിന് ChatGPT സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും പഠനകാര്യങ്ങൾ വിശദീകരിക്കാനും കഴിയും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനകരമാണ് ഐറിസ് റോബോട്ട്. സ്കൂൾ പാഠപുസ്തകങ്ങൾക്കൊപ്പം സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പഠനഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് ഐറിസിനെ വികസിപ്പിച്ചതെന്ന് ഐറിസിന്റെ സ്ഥാപകൻ പറഞ്ഞു. കുട്ടികളും മുതിർന്നവരും എന്ത് സംശയം ചോദിച്ചാലും തൽക്ഷണം മറുപടി നൽകാൻ ഐറിസിന് കഴിയും. ഒരു വലിയ ലൈബ്രറിയിലുള്ള അത്രയും വിവരങ്ങൾ ഇതിലുണ്ട്. അതിനാൽ ഇത് സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു നല്ല കൂട്ടായിരിക്കും. കൂടാതെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ പുതിയ ലോകത്തെക്കുറിച്ച് പഠിക്കാനും ChatGPT പോലുള്ള നൂതന സംവിധാനങ്ങളെക്കുറിച്ച് അറിയാനും റോബോട്ട് കുട്ടികളെ സഹായിക്കും. മേക്കർ ലാബ്സ് എന്ന കൂട്ടായ്മയാണ് പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഈ റോബോട്ടിനെ നിർമ്മിച്ചത്. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് ശ്രദ്ധിക്കുകയും ഇന്റർനെറ്റിൽ തിരഞ്ഞ് ഉത്തരം കണ്ടെത്തുകയും ചെയ്യും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റോബോട്ടിനെ നിയന്ത്രിക്കാനും സാധിക്കുമെന്ന് മേക്കർ ലാബ്സ് പ്രതിനിധി അറിയിച്ചു. ഇതൊരു ഐറിസ് എന്ന് പറഞ്ഞൊരു റോബോട്ടാണ്. കൊച്ചിയിലെ മേക്കർ ലാബ്സ് എന്ന് പറഞ്ഞ ടീം ക്രിയേറ്റ് ചെയ്ത റോബോട്ടാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ AI ടീച്ചർ റോബോട്ട് എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇതിനോടിപ്പോൾ നോളജായ ജനറൽ ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ റോബോട്ട് ആൻസർ ചെയ്യും. പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഭാവിയിൽ ഇപ്പോൾ നമുക്ക് എന്താ ഏറ്റവും ആവശ്യം എന്താ ഷോർട്ട് നോട്ട്, അതേമാതിരി പുതിയതായിട്ടുള്ള ഐഡിയാസ് എന്താണോ നമുക്ക് പുതിയതായിട്ടുള്ള എന്താ പറയുക ഇൻഫർമേഷൻ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ AI റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ അതാണ് റോബോട്ട് നമുക്ക് പറഞ്ഞു തരാം. കേരളത്തിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടാകാൻ ഐറിസ് റോബോട്ട് ടീച്ചർ എത്തിയത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ ചുവടുവയ്പ്പാണ്. കേവലം പ്രദർശനത്തിനും വിപണനത്തിനും അപ്പുറം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന വേദികളുമായിരുന്നു എൻ്റെ കേരളം മേള. 7 ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ 13 സെമിനാറുകളാണ് സംഘടിപ്പിച്ചത്. സമൂഹത്തിന് ഗുണകരമാകുന്ന ഒട്ടനവധി വിഷയങ്ങൾ സെമിനാറുകളിൽ ചർച്ചയായി. ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം എന്ന വിഷയത്തിലുള്ള സെമിനാർ ശ്രദ്ധേയമായിരുന്നു. ഗർഭിണികളുടെ പരിചരണം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പോഷകാഹാരം, ജീവിതശൈലി രോഗങ്ങൾ, മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. പൊതുജനങ്ങൾക്ക് ആരോഗ്യപരമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇത് ഏറെ ഉപകാരപ്രദമായി. സ്ത്രീരോഗം പ്രതിരോധവും പ്രതിവിധിയും ആയുർവേദത്തിലൂടെ, ഗർഭധാരണത്തിനുള്ള മുന്നൊരുക്കങ്ങളും പ്രസവാനന്തര ശുശ്രൂഷയും ആയുർവേദത്തിലൂടെ എന്നീ വിഷയങ്ങളിലാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള ആയുർവേദ ചികിത്സാരീതികൾ, ഗർഭധാരണത്തിനു മുൻപുള്ള തയ്യാറെടുപ്പുകൾ, പ്രസവാനന്തര പരിചരണം എന്നിവയെക്കുറിച്ച് ആയുർവേദ ഡോക്ടർമാർ വിശദീകരിച്ചു. വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാർ നയിച്ച സെമിനാറുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. വരും ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
ആയുർവേദ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്കുള്ള ആയുർവേദ ചികിത്സാ രീതികളും വിശദീകരിക്കുന്ന സെമിനാറുകൾക്കും നല്ല പങ്കാളിത്തമുണ്ടായി. സ്ത്രീ രോഗങ്ങൾ, ഗർഭധാരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ, പ്രസവാനന്തര പരിചരണം എന്നിവയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ഗർഭിണികളുടെയും ശിശുക്കളുടെയും പരിചരണം, പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യം, പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ജീവിതശൈലീ രോഗങ്ങൾ, മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നു. പങ്കെടുത്തവരുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകി. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മുൻകാലങ്ങളിൽ, അതായത് 80കളിൽ 90കളായിരുന്നത് 90കളിൽ 80കളായും പിന്നീട് ഇങ്ങോട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് പ്രസവത്തോടനുബന്ധിച്ച് മരണമടയുന്ന അമ്മമാരുടെ എണ്ണം കുറഞ്ഞു വന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയൊരു വിഭാഗം ആളുകൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും സെമിനാർ ഉപകാരപ്രദമായി. പൊതുജനങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധം നൽകുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം സെമിനാറുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അഭിപ്രായപ്പെട്ടു. വരും ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറും ഏറെ പ്രസക്തമായി. അമിത വേഗതയുടെ അപകടങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, അപകടങ്ങൾ കുറയ്ക്കാൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. റോഡുകളുടെ അവസ്ഥ, അനധികൃത പാർക്കിംഗ് പോലുള്ള പൊതുജനങ്ങളുടെ ആശങ്കകളും ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടു. ഞാനൊരു ജംഗ്ഷനിലേക്ക് കയറുന്നു. അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. വേണമെങ്കിൽ എനിക്ക് നിർത്തി അവനെ കടത്തിവിടാം, അവന് നിർത്തി എന്നെയും കടത്തിവിടാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവിടെ ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് കടന്നു പോ മക്കളെ എന്ന് പറയാറുണ്ടോ? ഡ്രൈവിങ്ങിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങുന്ന അവിടെയാണ്. വേണ്ട, ഇനി എന്നെ കണ്ടിട്ട് അവൻ നിർത്തിയിട്ട് നമ്മളോട് കടന്നു പോകാൻ പറഞ്ഞു. അപ്പോഴും അവനെ നോക്കി ഒന്ന് വിരൽ ഉയർത്തി കാണിച്ച് ഒന്ന് ചിരിച്ചിട്ട് നമ്മൾ യാത്ര തുടർന്ന് നോക്കിയാൽ ഈ വിരൽ ഉയർത്തി കാണിക്കണം കേട്ടോ, ഈ വിരൽ ഉയർത്തി കാണിക്കരുത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിതമായ യാത്രാമാർഗങ്ങളെക്കുറിച്ച് സെമിനാറിൽ വിശദമായ ചർച്ചകൾ നടന്നു. അമിതവേഗതയിലൂടെയുള്ള അപകടങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു. എന്റെ കേരളം മേള സന്ദർശിക്കാനെത്തിയ പൊതുജനങ്ങൾക്കും സെമിനാർ ഒരു പുതിയ അനുഭവമായി. കൂടാതെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നൂതനമായ വാഹന സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും സ്മാർട്ട് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റങ്ങളെക്കുറിച്ചും വിദഗ്ധർ വിശദീകരിച്ചു. ഇപ്പോൾ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഞാൻ 8:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നഷ്ടപ്പെട്ട 15 മിനിറ്റ് റോഡിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ട് ഡ്രൈവിംഗിൽ സന്തോഷം ഉണ്ടാവുമോ? ഞാൻ നാളെ മുതൽ 7:45 ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് അവസരമല്ല, ഉത്തരവാദിത്തമാണ്. നാളെ മുതൽ നമ്മൾ പ്രതിയാണ്. ഓക്കെ, എൻ്റെ പുറയിൽ വന്ന് അവർക്ക് ഹോൺ അടിച്ചാൽ എനിക്ക് 2 തരത്തിൽ സന്തോഷം ഉണ്ടാവും. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, അവനെ കടത്തി വിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരു സന്തോഷം കിട്ടും. കടത്തി വിട്ടാലും സന്തോഷം കിട്ടും. നമ്മൾ എത്ര പേർക്ക് ഈ കടത്തി വിടുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. സെമിനാറിന്റെ ഭാഗമായി നടന്ന തുറന്ന ചർച്ചയിൽ പങ്കെടുത്തവർ റോഡുകളുടെ ശോചനീയാവസ്ഥ, അനധികൃത പാർക്കിംഗ്, ദിശാ ബോർഡുകളുടെ കുറവ് തുടങ്ങിയ വിഷയങ്ങളിൽ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ഈ റോഡ് സുരക്ഷാ സെമിനാർ സംസ്ഥാനത്തെ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാകുമെന്നും അപകടരഹിതമായ ഒരു യാത്രാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കുമെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു. അറിവിനും വിജ്ഞാനത്തിനുമൊപ്പം എൻ്റെ കേരളം മേള മലപ്പുറത്തിന് സമ്മാനിച്ചത് കലാസന്ധ്യകളുടെ ആവേശകരമായ രാവുകളാണ്. എല്ലാ ദിവസവും വൈകിട്ട് പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന സംഗീത കലാപരിപാടികൾ അരങ്ങേറി. മേളയുടെ 2ാം ദിനം നാടൻപാട്ട് കലാകാരൻ അതുൽ നറുകര കോട്ടക്കുന്നിനെ പാട്ടിന്റെ ലോകത്തേക്ക് മാറ്റിമറിച്ചു. പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച്, കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച്, കാതുകുത്താനെപ്പോവരും അന്തമ്മമാര് വന്നേ, കാതുകുത്താനെപ്പോവരും അന്തമ്മമാര് വന്നേ. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ 2ാം ദിനത്തിൽ അതുൽ നറുകരയുടെ തകർപ്പൻ പ്രകടനമാണ് കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചത്.
കോട്ടക്കുന്ന് മൈതാനം സംഗീതത്തിന്റെ ആരവങ്ങളാൽ മുഖരിതമായി. നാടൻപാട്ടിന്റെ തനത് ശൈലിയെ പാശ്ചാത്യ സംഗീതവുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് പ്രായഭേദമന്യേ ചുവടുവെച്ചത്. മലബാറിൻ മൊഞ്ചുള്ള പെണ്ണാണ്, നല്ല മാപ്പിള പാട്ടിന്റെ ചേലാണ്, ആരും കൊതിക്കണ പൂവാണ്, മോളാണ്. ഒന്നാനാമല്ലോരിളങ്കവുങ്ങേ, ഇലവിരിച്ചാടണ പാൽക്കവുങ്ങേ. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ചടുലമായ ഇടങ്ങളിൽ സിനിമാ ഗാനങ്ങളും നാടൻ പാട്ടുകളും തനത് അവതരണ ശൈലിയും ഊർജ്ജസ്വലമായ പ്രകടനവും സദസ്സിനെ കയ്യിലെടുത്തു. ഏവരും കാത്തിരുന്ന കലാഭവൻ മണിയുടെ പ്രശസ്തമായ നാടൻ പാട്ടുകൾക്ക് പുറമെ അതുലിന്റെ ആരാധകർ നെഞ്ചിലേറ്റിയ പാലാപ്പള്ളി തിരുപ്പള്ളി, കാന്ത, ഞാനും വരാം, ഇല്ലുമിനാട്ടി തുടങ്ങിയ ഗാനങ്ങൾക്ക് കോട്ടക്കുന്നൊന്നടങ്കം ആടിപ്പാടി. നാടൻപാട്ടിന്റെ പുതുമയാർന്ന ഇടങ്ങൾ മലപ്പുറത്തിന്റെ മണ്ണിൽ പുതിയൊരു സംഗീതാനുഭവമാണ് സമ്മാനിച്ചത്. ഇശൽ ഗാനങ്ങളുടെ മാസ്മരിക രാവുമായി കണ്ണൂർ ഷെരീഫും സംഘവും എത്തിയപ്പോഴും കോട്ടക്കുന്ന് മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ആസ്വാദകരുടെ മനം കവർന്ന പ്രകടനങ്ങൾ മേളയുടെ കലാസദ്യകളെ കൂടുതൽ ദീപ്തമാക്കി. കോട്ടക്കുന്നിൽ ഇശൽ തേൻകണം പെയ്തിറങ്ങിയ രാവിൽ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്ന് ആസ്വാദകരുടെ മനം കവർന്നു. ഗാനങ്ങളുടെ ഇശൽ മഴ പെയ്തിറങ്ങിയപ്പോൾ സദസ് ആനന്ദ ലഹരിയിലായി. ഫാസില ബാനു, ശ്യാം, കീർത്തി എന്നിവരും സംഗീത വിരുന്നിൽ അണിനിരന്നു. കണ്ണൂർ ഷെരീഫിന്റെയും സംഘത്തിന്റെയും പാട്ടിനൊപ്പം ശ്രോതാക്കളും ചേർന്നതോടെ ആവേശഭരിതമായി. തലമുറകൾ പാടി നടന്ന വിരഹത്തിന്റെയും ഏകാന്തതയുടെയും സ്പന്ദനമുള്ള ഗാനം പാടിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് സദസ്സ് നൽകിയത്. മേളയിലെ വ്യത്യസ്തമായ കാഴ്ചകളിലൊന്നായിരുന്നു ഉപയോഗശൂന്യമായ ചിരട്ടകൾക്ക് മനോഹര രൂപം നൽകിയ സേതുമാധവന്റെയും ഭാര്യയുടെയും സ്റ്റാൾ. അലങ്കാര വസ്തുക്കൾ, വിളക്കുകൾ, പാത്രങ്ങൾ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളോടുള്ള ഇവരുടെ താല്പര്യം സന്ദർശകർക്ക് പുതിയ അനുഭവമായി. ചിരട്ടകൾ കൊണ്ട് നിർമ്മിച്ച വൈവിധ്യമാർന്ന കൗശല വസ്തുക്കളാണ് ഇവരുടെ സ്റ്റാളിലെ പ്രധാന ആകർഷണം. അലങ്കാര വസ്തുക്കൾ, വിളക്കുകൾ, പാത്രങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി നൽകുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാണ്. ചിരട്ടകൾ വെറും വേസ്റ്റല്ല, മറിച്ച് മനോഹരമായ കലാസൃഷ്ടികൾക്കുള്ള സാധ്യതയാണ് അവയ്ക്കുള്ളതെന്നും സേതുമാധവൻ പറയുന്നു. ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളാണ് ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കാറുള്ളത്. ചിരട്ട മാത്രമല്ല, ചിരട്ട, കയറ്, മുള, മരം പോലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. 50 കൊല്ലത്തെ പരിശീലനം ഇത് ഈ രംഗത്ത് ഉണ്ട്. ഭാര്യയുടെ പിന്തുണയോടെ വർഷങ്ങളായി രംഗത്ത് സജീവമാണ് സേതുമാധവൻ. പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യമാണ് ദമ്പതികളെ ഈ മേഖലയിലേക്ക് എത്തിച്ചത്. മേളയിലെത്തുന്ന സന്ദർശകർക്ക് പുതിയൊരു അനുഭവമാണ് സേതുമാധവന്റെ സ്റ്റാൾ സമ്മാനിക്കുന്നത്. ചിരട്ട കൊണ്ടുള്ള ഇത്രയധികം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് കാണുന്നത് കൗതുകകരമാണെന്നാണ് സന്ദർശകരുടെ അഭിപ്രായം. എന്റെ കേരളം മേളയിൽ ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ വേറിട്ടൊരു സാന്നിധ്യമാവുകയാണ് ഈ ദമ്പതികൾ. ഇവരുടെ കഠിനാധ്വാനത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. ലഹരിയുടെ ഭീകരതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് ഒരുക്കിയ സ്റ്റാളും ശ്രദ്ധേയമായി. എക്സൈസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളും വ്യാജ വാറ്റ് ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഘുലേഖകളും സ്റ്റാളിൽ ലഭ്യമായിരുന്നു. ലഹരി വിരുദ്ധ സന്ദേശം ശക്തമായി നൽകാൻ ഈ സ്റ്റാളിന് സാധിച്ചു. മേളയിൽ
മേളയിലെത്തുന്നവർക്ക് ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളും വ്യാജ വാറ്റുപകരണങ്ങളും സ്റ്റാളിൽ പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ഇതിലൂടെ ലഹരിയുടെ ഭീകരതയും നിയമലംഘനത്തിന്റെ അനന്തരഫലങ്ങളും ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സഹായകമാകുമെന്ന് അധികൃതർ പറഞ്ഞു. നമ്മുടെ എക്സൈസിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും നമ്മുടെ സ്ഫോടനങ്ങളുടെയും ഓഫീസുകളുടെ എല്ലാം നമ്പറുകൾ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനും നാളിതുവരെയായിട്ട് എക്സൈസ് എടുത്ത കേസുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ജമ്പിംഗ് സ്റ്റാൻഡും അതുപോലെ ഒരു ബാഡ്മിന്റന്റെ ഒരു പ്ലേ ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എക്സൈസ് നിയമങ്ങൾ, ലഹരിയിൽ നിന്ന് മോചനം നേടാനുള്ള സഹായ കേന്ദ്രങ്ങൾ തുടങ്ങിയ വിവരങ്ങളും സ്റ്റാളിൽ ലഭ്യമാണ്. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകളും മറ്റ് പ്രചാരണ സാമഗ്രികളും വിതരണം ചെയ്യുന്നുണ്ട്. മെയ് 7 ആരംഭിച്ച മേളയിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന നിരവധി സ്റ്റാളുകളാണുള്ളത്. ഒരാഴ്ച നീണ്ടുനിന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള കോട്ടക്കുന്നിൽ വിജയകരമായി സമാപിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പി നന്ദകുമാർ MLA പറഞ്ഞു. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ ഇത്തരം മേളകൾ ഏറെ സഹായകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മികച്ച സ്റ്റാളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും സെൽഫി റീൽ മത്സര വിജയികൾക്കുമുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ASP ഫിറോസ് M ഷഫീഖ്, ADM NM മെഹറലി, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ R ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം കോട്ടക്കുന്നിൽ 7 ദിനം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാൻ നിരവധി പേരാണ് എത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം. എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മത്സരിച്ചു. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പി നന്ദകുമാർ MLA പറഞ്ഞു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ഗവൺമെന്റിന്റെ വിപണന ഡിപ്പാർട്ട്മെന്റ് സ്റ്റാളുകൾക്കകത്തുള്ള വിപണന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള കമേഴ്സ്യൽ സ്റ്റാളുകളും അടക്കം 247 സ്റ്റാളുകൾ, അതിൽ വിവിധങ്ങളായ ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പവലിയനുകൾ, ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കളക്ടർ സൂചിപ്പിച്ച പോലെ നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു. പരിപാടിയിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. മികച്ച സ്റ്റാളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സര വിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ MLA, ജില്ലാ കളക്ടർ VR വിനോദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. ASP ഫിറോസ് M ഷഫീഖ്, ADM NM മെഹറലി, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ R ദിനേശ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PRD അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ് നന്ദി പറഞ്ഞു. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് നടത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറും നടന്നു. സമാപന ചടങ്ങിന് ശേഷം പ്രസീത ചാലക്കുടിയും സംഘവും നടത്തിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും നേരിട്ടറിയാൻ അവസരം നൽകിയ എൻ്റെ കേരളം മേള മലപ്പുറത്തിന് സമ്മാനിച്ചത് മറക്കാനാവാത്ത ഒരാഴ്ചക്കാലത്തെ അനുഭവമാണ്. അറിവും വിനോദവും ഒരുമിപ്പിച്ച് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച ഈ മേള വൻ ജനപങ്കാളിത്തത്തോടെ വിജയകരമായി സമാപിച്ചു. മേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.